أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ബഖറയുടെ ആശയ സംഗ്രഹമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് യഹൂദികളും അവർക്ക് കൊടുത്തിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള മറുപടി, അതുപോലെ തന്നെ ഖിബ്ല മാറ്റം, അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള നസ്ഖിൻ്റെ, അതായത് ഇസ്ലാമിലെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ അത് മാറുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്തുകൾ ഒക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗിക്കുന്നതിലൂടെ ഈ ഉമ്മത്തിന് അള്ളാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനെ ഓർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായിട്ടുള്ള ശുഹദാക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, അതിൻ്റെ മഹത്വം ഒക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അള്ളാഹുവിനെ കീഴൊതുങ്ങി അവനെ അനുസരിച്ച് അവന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ മഹനീയതയും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായി ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മളെ വ്യത്യസ്ത രീതികളിൽ പരീക്ഷിക്കും. വലിയ പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുമെന്നും ആ ഘട്ടത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ക്ഷമ പാലിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന് പറയുകയും അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലം ഒക്കെ നമ്മൾ പറഞ്ഞു. അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും ഹിദായത്തും ഒക്കെ അവർക്കാണ് ലഭിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 157 ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്ത ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. എന്താണ്? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ എന്ന് തുടങ്ങുന്ന ആയത്ത്, 158 ആയത്ത്. ഇന്ന സഫാ വൽ മർവ, തീർച്ചയായും സഫ മർവ കുന്നുകൾ. നമുക്കറിയാം എന്താണ്, ഹാജറ അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിന് വേണ്ടി വെള്ളം അന്വേഷിച്ച് ഓടി നടന്ന രണ്ട് കുന്നുകൾ, കഅബയുടെ ചാരത്തുള്ള. നമ്മൾ ഹജ്ജിനും ഉംറക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ ഹജ്ജിനും ഉംറക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സഈ നടത്തുന്ന രണ്ട് കുന്നുകൾ, അതാണല്ലോ സഫ മർവ. ഒരു മിനിറ്റ്. അഫൻ അത് അപ്പോ സഫ മർവ ഈ രണ്ട് കുന്നുകൾ അതെന്താണ്? മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിൻ്റെ ഷിആറുകളിൽ പെട്ടതാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അടയാളങ്ങളിൽ പെട്ടതാണ്. യഥാർത്ഥത്തിൽ ജാഹിലിയ കാലത്ത് സഫ മർവ കുന്നുകൾ അത് മക്ക മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചിരുന്ന, ധാരാളം വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്ന രണ്ട് സ്ഥലമായിരുന്നു സഫയും മർവയും. അന്നത്തെ അറിയപ്പെട്ട വിഗ്രഹങ്ങളിൽ അധികവും സഫ മർവ കുന്നുകൾക്കിടയിൽ അല്ലെങ്കിൽ ആ കുന്നുകളിലായിരുന്നു. അപ്പോൾ ഈ സഫയും മർവയും സഈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇസ്ലാം വന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ തച്ച് തരിപ്പണമാക്കി നീക്കം ചെയ്ത് ശുദ്ധിയാക്കി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുകയാണ്, ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫ മർവ കുന്നുകൾ അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ദുനിയാവിൽ ഭൂമിയിൽ ചില ഷിആറുകൾ, ദീനിൻ്റെ ചില അടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. പരിശുദ്ധ കഅബ പോലെ, അറഫ മൈതാനി പോലെ, അതുപോലെ തന്നെ ഒരുപാട് ഷിആറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന് വെച്ചിട്ടുണ്ട്.
സഫ മർവ കുന്ന് അതിൽപ്പെട്ടതാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ അതിനെ ആരാണോ ബഹുമാനിച്ച് ആദരിക്കുന്നത് അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്, അള്ളാഹുവിനുള്ള ഭയഭക്തിയുടെ ഭാഗമാണ്. അള്ളാഹു അതിനെ ഇസ്ലാമിൻ്റെ ഒരു അടയാളമായി നിശ്ചയിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, ബഹുമാനിക്കുകയും അതിനോട് അനാദരവ് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നഫ്അ് ഉപകാര ഉപദ്രവങ്ങൾ ആ മലയെ കൊണ്ട് നമുക്കുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഏതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ, യാ ഹജർ ഇന്നി അഅലമു അന്നക ഹജർ. ഹജറുൽ അസ്വദിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, കല്ലേ, എനിക്കറിയാം നീയൊരു വെറുമൊരു കല്ലാണ്. ഫലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മാ ഖബ്ബൽതുക്, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു അടയാളമായി, ഒരു ഷിആറായി നിശ്ചയിച്ച് അതിനെ ചുംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബിക്കുന്നത്. അല്ലാതെ ആ കല്ല് അതിനെ ആരാധിക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിക്കുകയോ ഉപദ്രവത്തെ ഭയപ്പെടുകയോ ചെയ്യുന്നത് കൊണ്ടല്ല. അത് മുശ്രിക്കീങ്ങളുടെ രീതിയാണ്. ആ രീതിയല്ല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയാൻ. മുസ്ലിമീങ്ങൾ സഫ മർവ കുന്നുകളെ അവിടെ സഈ ചെയ്യുന്ന സമയത്ത് ആളുകൾക്കൊരു ആശയക്കുഴപ്പമുണ്ടായി. അവിടെ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന് ബഹുമാനിക്കുകയാണോ? ഒരിക്കലുമല്ല. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഷിആറുകളിൽപ്പെട്ട ഒന്ന് മാത്രമാണ് സഫയും മർവയും എന്ന് വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ. അതുകൊണ്ട് ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്യുന്ന സമയത്ത് ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്യുന്ന സമയത്ത് അവിടെ സഈ ചെയ്യുന്നതിന്, അവിടെ പിന്നെ രണ്ടിൻ്റെയും ഇടയിലൂടെ നടക്കുന്നതിന് എന്തില്ല, പിന്നെ ഒരു കുഴപ്പവുമില്ല എന്ന് അള്ളാഹു പറയണം. അപ്പൊ അവിടെ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ, അതിനിടയിൽ സഈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തല്ല, പിന്നെ വെറും ഒരു സുന്നത്തായ കാര്യമാണ് ഹജ്ജിൽ സഈ ചെയ്യുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം വാജിബായ ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, ഉംറ ചെയ്യുന്ന സമയത്ത് എന്താണ്, സഫ മർവക്കിടയിൽ പിന്നെ സഈ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതൊരു മുസ്തഹബായ, ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു കാര്യമാണോ? അല്ല. ഈ ആയത്തിൽ നിന്ന് അങ്ങനെ തെറ്റായി മനസ്സിലാക്കിയവരുണ്ട്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. മറിച്ച് ഈ ആയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ മുശ്രിക്കീങ്ങൾ വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അവിടെ ഷിർക്കിൻ്റെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളും വലിയ വലിയ പിന്നെ മഹാന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നാട്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് പിന്നെ അവിടെ പിന്നെ സഈ ചെയ്യുക, ആരാധനാക്രമങ്ങൾ ചെയ്യുക എന്നുള്ളത് ഷിർക്കിലേക്കുള്ള വഴി എന്ന ഒരു പിന്നെ ഭയം വേണ്ടതില്ല. നേരെ മറിച്ച് അത് അള്ളാഹുവിൻ്റെ ഷിആർ ആയതുകൊണ്ടാണ് നിങ്ങളവിടെ സഈ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്ത് ചെയ്യാണ്, ക്ലിയർ ആക്കി പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. മറ്റൊരു തഫ്സീർ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ളത്, വാജിബായ നിർബന്ധമായ ഹജ്ജ് ചെയ്യുമ്പോൾ എന്താണ്, പിന്നെ സഈ നിർബന്ധമാണ്. മുസ്തഹബായ ഹജ്ജ് ചെയ്യുമ്പോൾ, മുസ്തഹബായ ഉംറ ചെയ്യുമ്പോൾ, അതായത് ഒരു ഹജ്ജാണല്ലോ ഒരാൾക്ക് നിർബന്ധം, പിന്നെ വീണ്ടും രണ്ടാമത്തെ ഹജ്ജും മൂന്നാമത്തെ ഹജ്ജൊക്കെ എന്താണ്, ഒരാൾക്ക് സുന്നത്താണ്. അങ്ങനെയുള്ള ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഫലാ ജുനാഹ അലൈഹി യതവഫ ബിഹിമാ, പിന്നെ ഈ സഫാ കുന്നിൻ്റെയും മർവൻ്റെ അടുത്ത് സഅയ് ചെയ്യുന്നത് നിർബന്ധമല്ലല്ലോ, മുസ്തഹബാണ് എന്ന അർത്ഥത്തിൽ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ തഫ്സീറാണ് കൂടുതൽ വല്ലാഹു ആലം ഈ സന്ദർഭവുമായി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു ആലം. അപ്പോൾ ആരെങ്കിലും ഹജ്ജോ ഉംറക്കോ പോകുന്ന സമയത്ത് ഈ സഫ മർവ കുന്നുകൾക്ക് അവിടെ സഅയ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് അള്ളാഹുവിൻ്റെ ഷിആറാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അടയാളമാണ്. വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. വമൻ തതവ്വഅ ഖൈറൻ, ആരെങ്കിലും നന്മ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറിക്കഴിഞ്ഞാൽ, വമൻ തതവ്വഅ, ആരെങ്കിലും അള്ളാഹുവിനോടുള്ള ഒരു അനുസരണ പ്രവൃത്തി, ഒരു ഇബാദത്ത്, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഖൈറൻ, ഒരു നന്മ, ഹജ്ജായാലും ഉംറയായാലും തവാഫ് ആയാലും നിസ്കാരമായാലും നോമ്പായാലും ഏത് നന്മയും ഈ ആയത്തിൽ ഉൾക്കൊണ്ടു. മനസ്സിലായില്ലേ? അല്ലാതെ ഈ സഈ മാത്രമല്ല, മറിച്ച് ഏതൊരു നന്മ ആര് പ്രവർത്തിക്കുകയാണെങ്കിലും എന്താണ്, ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം, അവൻ മനസ്സിലാക്കട്ടെ അള്ളാഹു ഷാക്കിറാണ്. അപ്പൊ നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു അള്ളാഹുവിന്റെ ഇസ്മാണ് എന്ത്? അള്ളാഹു ഷാക്കിറാണ് എന്നത്. എന്താണ് അള്ളാഹു ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ അടിമകൾ ചെയ്യുന്ന നിസ്സാരമായ ചെറിയ പ്രവൃത്തികൾ പോലും സ്വീകരിച്ചുകൊണ്ട് അതിന് വലിയ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ചിലപ്പോൾ വളരെ നിസ്സാരമായിരിക്കും, വളരെ ചെറുതായിരിക്കും. പക്ഷെ ആ ചെറിയ പ്രവർത്തനത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന എന്തായിരിക്കും? വലിയ പ്രതിഫലമായിരിക്കും, വലിയ കൂലിയായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് പിന്നെ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് ഒരാൾക്ക് വെറുതെ പറഞ്ഞു കൊടുത്തതേ ഉണ്ടാവുള്ളൂ, നല്ല നിയ്യത്തോടു കൂടി, ഇഖ്ലാസോടു കൂടി. അയാൾ ഇസ്ലാം സ്വീകരിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? അല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കർമ്മമായിരിക്കും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലം എത്ര വലുതാണ്. ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹ, ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. ഇപ്പൊ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്താണ്? ഖൈറുൻ മിനദ് ദുനിയ, ദുനിയ വമാ ഫീഹ, ആകാശഭൂമികൾക്കിടയിൽ ഉള്ളതിനേക്കാൾ ഖൈറാണ്, ഇല്ലേ? അങ്ങനെ ചെറിയ ചെറിയ അമലുകൾക്ക് വലിയ പ്രതിഫലം തിരിച്ചു നൽകുന്ന അള്ളാഹുവാണ് ഷാക്കിർ. ഷാക്കിർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നന്ദി കാണിക്കുന്നവൻ എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളോട് ഷാക്കിർ അല്ലെങ്കിൽ ഷക്കൂർ ആകുന്നത് എപ്പോഴാണ്? അള്ളാഹു നമുക്ക് ചെറിയ അമലുകൾക്ക് തന്നെ വലിയ പ്രതിഫലം നൽകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടിയാണ് ഏത് നന്മയും നമ്മൾ ചെയ്യേണ്ടത്. ഫമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം. അള്ളാഹു ഷാക്കിർ മാത്രമല്ല അലീമുമാണ്. നിങ്ങളുടെ കൽബകത്ത് എന്താണ് നീയത്തുള്ളത്, നിങ്ങളുടെ കൽബകത്ത് നിങ്ങളുടെ അമല് എങ്ങനെയാണ്, അതിൻ്റെ വാല്യൂ, അതിൻ്റെ നിലവാരം എന്താണ് എന്നൊക്കെ കൃത്യമായി അറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണ് റബ്ബ് എന്നാണ് അള്ളാഹു അതിലൂടെ അറിയിക്കുന്നത്. ഇന്നല്ലദീന, ഇനി അടുത്ത ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും യഹൂദികളെ കുറിച്ച് പറയാൻ. ഇന്നല്ലദീന, യഹൂദികളെ കുറിച്ച് ആണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിലും എല്ലാവർക്കും പൊതുവിൽ പിന്നെ ബാധകമായിട്ടുള്ള ആയത്താണ്. എന്താണ്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്. ഇന്നല്ലദീന യക്തുമൂന, മറച്ചു വെക്കുന്ന ആളുകൾ. എന്തിനെ മറച്ചു വെക്കാണ്? മാ അൻസൽനാ മിനൽ ബയ്യിനാത്ത്, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള സത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ, വ്യക്തമായിട്ടുള്ള ഹക്കിനെ, വേദഗ്രന്ഥത്തിൽ വൽ ഹുദ, അതുപോലെ തന്നെ സന്മാർഗം, അതിനെ മറച്ചു വെക്കുന്ന ആളുകൾ. അപ്പൊ സത്യമൊക്കെ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കി, ആളുകൾക്ക് ഹിദായത്ത് കിട്ടേണ്ട നന്മകളെ കുറിച്ചും ശരിയായ കാര്യങ്ങളൊക്കെ ഒരാൾ പഠിച്ച് മനസ്സിലാക്കി. എന്നാലോ അയാൾ തൻ്റെ ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടി അത് മറച്ചു വെക്കുകയാണെങ്കിലോ അവരുടെ അവസ്ഥ എന്താണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്. അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്ത ശേഷം അത് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, മൗലവിമാർ, മുസ്ലിയാക്കന്മാർ ആരാകട്ടെ, അവർ അത് തങ്ങളുടെ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി മറച്ചു വെക്കുകയാണെങ്കിലോ, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാതെ, ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പള്ളിയിലെ ജോലി പോവും, അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഖത്തീബ് സ്ഥാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരെന്നോട് പിണങ്ങും, അല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഭയം നിമിത്തം, ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ നിമിത്തം ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോവും, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോവും എന്നൊക്കെ വിചാരിച്ചിട്ട് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഹക്കിനെ, സത്യത്തെ ആരെങ്കിലും മറച്ചു വെക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഭയപ്പെട്ടുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാകും എന്ന് പേടിച്ചുകൊണ്ട് രഹസ്യമായി ദീനനുസരിച്ച് ജീവിക്കുന്ന, അങ്ങനെയല്ല, അങ്ങനെ മറച്ചു വെക്കുന്നതല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് ആളുകൾക്ക് ഈ ഹക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അവസരം കിട്ടിയിട്ട് അത് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെച്ച് ആളുകൾ വലാലത്തിൽ തന്നെ, വഴികേടിൽ തന്നെ വിടുന്ന ആളുകൾ, അല്ലേ?
അറിവ് കിട്ടിയ ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെയാകുന്നു അള്ളാഹു ശപിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്. മാത്രമാണോ? അല്ല, വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്ന ആളുകളൊക്കെ അവരെ ശപിക്കുന്നുണ്ട്. അതായത് മലക്കുകളും അതുപോലെ തന്നെ ജിന്നുകളും മനുഷ്യരും ജന്തുജാലങ്ങളും എല്ലാം അവരെ ശപിക്കുന്നതാണ്. വലിയ ശാപത്തിന് പാത്രമാകുന്ന ഒരു കാര്യമാണത്. ഹിദായത്തിനെ, സത്യത്തെ മറച്ചു വെക്കുക എന്നത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലല്ലദീന താബു വ അസ്ലഹു, ഈ സത്യമൊക്കെ മനസ്സിലാക്കി മറച്ചു വെച്ച ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. എപ്പോഴാണ് പുറത്തു കൊടുക്കുക? ഇല്ലല്ലദീന താബു, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവർ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അവരെ തൗബ എന്തായിരിക്കണം? വ അസ്ലഹു, അവര് തൗബ ചെയ്യുന്നതോടൊപ്പം അവരുടെ അമലുകൾ നന്നാക്കണം. അവരുടെ പ്രവർത്തികൾ കഴിഞ്ഞതുപോലെ എല്ലാം മറച്ചു വെച്ച് കപടമായ പ്രവർത്തനങ്ങളുമായി നടന്നാൽ മതിയോ? പോരാ. അവരെ അമലവരെന്ത് ചെയ്യണം? നന്നാക്കണം. അവിടെ നിർത്തിയില്ല. പിന്നെയോ വബയ്യനു, അവര് മറച്ചു വെച്ചിട്ടുള്ള സത്യം, അവര് മറച്ചു വെച്ചിട്ടുള്ള സത്യം അത് ജനങ്ങൾക്ക് അവർ വ്യക്തമാക്കി കൊടുക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ തെറ്റ് പറ്റിപ്പോയി. യഥാർത്ഥത്തിൽ ഖുർആനിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആനിലുള്ളത്. അതല്ലാതെ അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളോടും ഔലിയാക്കളോടൊക്കെ പ്രാർത്ഥിക്കാനും സഹായം തേടാനും ഒന്നും ഖുർആനിൽ ആയത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞ് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ആളുകൾ അവർക്കാണ്, അല്ലെങ്കിൽ എന്താണോ അയാൾ മറച്ചു വെച്ച ഹിദായത്തിന്റെ കാര്യം, അത് അയാൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. ഫൗലൈക അതൂബു അലൈഹിം, അപ്പോൾ അവർക്കാകുന്നു ഞാൻ പുറത്തു കൊടുക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു തവ്വാബാണ്. അള്ളാഹു അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനാണ്. പക്ഷെ ആ തൗബക്ക് അള്ളാഹു വെച്ചിട്ടുള്ള നിബന്ധനകൾ, ഷർത്തുകൾ അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹു തൗബ സ്വീകരിക്കുന്നത്. ഫൗലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം, അപ്പൊ അവർക്കാകുന്നു അള്ളാഹു പുറത്തു കൊടുക്കുക. അന തവ്വാബുർ റഹീം, അല്ല പറയാണ്. സുബ്ഹാനല്ലാഹ്, നോക്ക് നിങ്ങൾ, അള്ളാഹ് നമ്മളോട് പറയണ അന തവ്വാബുർ റഹീം, ഞാന് ധാരാളം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്നിലേക്ക് ശരിയായ രീതിയിൽ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയാൽ ഞാൻ അവർക്ക് നന്നായിട്ട് പുറത്തു കൊടുക്കുന്നവനാണ്. അള്ളാഹുലേക്ക് ഒരു ചാണെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മുഴം നമ്മളിലേക്ക് അടുക്കും, ഇല്ലേ? ആരെങ്കിലും അള്ളാഹുലേക്ക് നടന്ന് മടങ്ങിയാൽ, അല്ലെങ്കിൽ അള്ളാഹുലേക്ക് നടന്ന് അടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കും. അതായത് അള്ളാഹുലേക്ക് നമ്മൾ കുറച്ചെടുക്കുമ്പോൾ കൂടുതൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കുകയും കാര്യങ്ങൾ അള്ളാഹു നമ്മൾക്ക് എളുപ്പമാക്കി നൽകുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പൊ അന തവ്വാബുർ റഹീം, അള്ളാഹു തൗബ ചെയ്യുന്നവൻ എന്തിന്റെ ഭാഗമായിട്ടാണ്? അള്ളാഹുവിന്റെ വലിയ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് ആകാശഭൂമി, വസിഅത് കുല്ല ഷൈഇൻ റഹ്മ, എന്താണ്? വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് അത് എല്ലാത്തിലും വ്യാപകമായിരിക്കുന്നു. അല്ലെ? ആകാശഭൂമികളിൽ മുഴുവനും അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ റഹ്മത്ത് വ്യാപകമായിരിക്കുന്നു. നമ്മൾ ഓരോ സെക്കൻഡിലും ശ്വസിക്കുന്നത്, ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ മിടിപ്പും ഓരോ തുടിപ്പും അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അല്ലെ? അതുപോലെ തന്നെ ഈ ലോകം മുഴുവനും സഞ്ചരിക്കുന്നത്, പിന്നെ രാപ്പകലുകൾ മാറി മറിയുന്നത്, മഴ പെയ്യുന്നത്, വെള്ളം, ശുദ്ധമായ കുടിവെള്ളം നമുക്ക് കുടിക്കാൻ ലഭിക്കുന്നത്, ജന്തുജാലങ്ങൾ ജീവിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായിട്ടാണ്. വഅന തവ്വാബുർ റഹീം, ഞാനാകട്ടെ തൗബ സ്വീകരിക്കുന്നവനും റഹ്മത്ത് ചൊരിയുന്നവനുമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന കഫറു, ഇങ്ങനെ തൗബ ചെയ്യാതെ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാതെ, ഇന്നല്ലദീന കഫറു, സത്യനിഷേധികളായിക്കൊണ്ട് ജീവിച്ച ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്ത ആളുകളിൽ അവലംബവും ആലംബവും രക്ഷയും കണ്ട് എന്ത് വന്നാലും അല്ലാത്ത ആൾക്കാരെ പറ്റി അല്ല എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ആദ്യം ആരാണ് കൽബിൽ വരിക? നമ്മൾ ആലോചിച്ച് നോക്കി. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൽബിൽ ആരെയാണ് നമ്മൾ ആദ്യം ഓർമ്മിക്കുക? ഒരു അസുഖം വന്നു, കടുത്തൊരു അസുഖം വന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, 1 മാസം കൂടിയേ ഉണ്ടാകൂ എന്നൊരു ഡോക്ടർ അല്ലെങ്കിൽ പറയാണ് ഈ അസുഖത്തിന് ചികിത്സയില്ല, അല്ലെങ്കിൽ ഈ അസുഖം ചികിത്സിക്കണമെങ്കിൽ പിന്നെ 50 ലക്ഷം രൂപ വേണം
എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ കൽബിൽ ആരാണ് വരേണ്ടത്? അല്ലെ, അള്ളാഹുവാണ്. പക്ഷെ ആ അള്ളാഹുവിന് പകരം പിന്നെ ഏതെങ്കിലും മക്ബറകൾ, ഏതെങ്കിലും ഉസ്താദുമാർ, ഏതെങ്കിലും തങ്ങന്മാർ, ഏതെങ്കിലും ഭൗതികമായ അള്ളാഹുവിൻ്റെ പടപ്പുകൾ ഓർമ്മ വരുന്ന അവരെ കൽബിൽ പ്രതിഷ്ഠിച്ച ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ, സത്യനിഷേധികളായ അള്ളാഹുവിനെ നിഷേധിച്ച് പടപ്പുകൾ ഹൃദയത്തിൽ സ്ഥാപിച്ച ആളുകൾ. അല്ലേ? മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ല പറഞ്ഞതുപോലെ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ നീ എത്ര ഇലാഹുമാരെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇജ്അൽ ഖൽബക മസ്ജിദ, നീ നിന്റെ ഹൃദയത്തെ ഒരു മസ്ജിദിനെ പോലെ ആക്കണം. എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മസ്ജിദുകൾ അള്ളാഹുവിൻ്റെതാണ്, അവിടെ അല്ലാത്ത ഒരാളെ നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല. അതുപോലെ നിന്റെ കൽബിനാക്കണം. മസ്ജിദ് പോയാൽ നമ്മൾ അല്ലാത്ത ഒരാളെയും, അല്ലെ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമല്ല മസ്ജിദ്. ആരെങ്കിലും പറയോ ഈ മസ്ജിദ് അള്ളാഹിൻ്റെതുമാണ്, പിന്നെ ഏതെങ്കിലും മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ ആണ് എന്ന് പറയോ? ഇല്ല, മസ്ജിദ് അള്ളാഹിന്റെ മാത്രമാണ്. അതുപോലെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രമാക്കണം. അപ്പോഴാണ് ഒരാൾ കാഫിർ അല്ലാതായിത്തീരുന്നത്, ഒരാൾ മുസ്ലിം ആവുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ. അങ്ങനെ തൗബ ചെയ്യാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാതെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ്, അവരുടെ മുകളിലാണ് അള്ളാഹുവിന്റെ ശാപമുള്ളത്. വൽ മലായിക, മലക്കുകളുടെ ശാപം അവരുടെ മുകളിലുണ്ട്. വന്നാസി അജ്മഈൻ, ജനങ്ങളുടെ മുഴുവനും ശാപം അവർക്കുണ്ടാകും. എന്താണ് ഇവിടെ വന്നാസി അജ്മഈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്തരം ആളുകൾ തങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ വേദഗ്രന്ഥങ്ങളിലുള്ള പരിശുദ്ധ ഖുർആനിലോ തൗറാത്തിലോ ഇഞ്ചീലിലോ ഒക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹക്ക് അതിനെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച ഇത്തരം ആളുകളെ ഖിയാമത്ത് നാളിൽ വെച്ച് അവരുടെ അനുയായികൾ എന്ത് ചെയ്യും? ശപിക്കും. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വ്യക്തമായി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സുമ്മ യൗമൽ ഖിയാമത്തി യക്ഫുറു ബഅദുഹും ബിബഅദിൻ വയൽഅനു ബഅദുകും ബഅദാ. കണ്ടോ? നിങ്ങൾ പരസ്പരം തള്ളിപ്പറയുകയും അങ്ങനെ പരസ്പരം ശാപം ശപിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും ഖിയാമത്ത് നാളിൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ്? വന്നാസി അജ്മഈൻ, ജനങ്ങളുടെ മുഴുവനും ശാപം ഇക്കൂട്ടർക്ക് ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടിയ ശേഷം അത് മറച്ചു വെക്കുകയും ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടി തൻ്റെ മക്കൾക്കോ തൻ്റെ കീഴിലുള്ള ആളുകൾക്കോ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാതെ അതൊക്കെ മനസ്സിലായിട്ടും മറച്ചു വെച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താണ്? ഖാലിദീന ഫീഹാ, ഈ ആളുകൾ കുഫറിലായിക്കൊണ്ട് തന്നെ മരണപ്പെട്ട ആളുകൾ, ദുനിയാവിനോടുള്ള ആർത്തി നിമിത്തവും വാശി നിമിത്തവും എപ്പോഴാണ് നമ്മൾ മരിക്കാൻ അറിയില്ല, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ തൗബ ചെയ്യുക? അല്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മൾ ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തിട്ട് ഇപ്പം മടങ്ങുക, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക. അങ്ങനെ മടങ്ങിയിട്ടില്ല എങ്കിൽ, കുഫറിലായിക്കൊണ്ട് തന്നെ ഒരാൾ തൻ്റെ അന്ത്യശ്വാസം വലിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത വഹുവ യദ്ഉ മഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്താണ്? ആരെങ്കിലും മരണപ്പെട്ടു, എന്താണ്? വഹുവ യദ്ഉ മഅല്ലാഹി നിദ്ദൻ, അവൻ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ സ്ഥാനം എവിടെയാണ്? അവൻ നരകത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, ഖാലിദീന ഫീഹാ, കാലാകാലം അവർ ആ നരകത്തിൽ കിടക്കുന്നതാണ്. ലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷയിൽ ഒരു ഇളവ് പോലും കിട്ടുകയില്ല. ശിക്ഷയിൽ ഒരു ഇളവ് നരകത്ത് കിട്ടോ? ഇല്ല. മറിച്ച് നരകത്തിലെ ശിക്ഷയുടെ അവസ്ഥ എന്താണ്? അത് ശിക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലാതെ കുറയുകയില്ല. ഓരോ പ്രാവശ്യവും അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഏത് സ്ഥലത്ത് നിന്നാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനേക്കാൾ താഴേക്ക് അവർ പതിക്കുകയാണ് ചെയ്യുക. ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ, അവർക്കൊരു അവധി കൊടുക്കോ? ദുനിയാവിൽ നമുക്ക് അള്ളാഹു അവധി തരും, അല്ലേ? അള്ളാഹു ചിലപ്പോൾ നമുക്ക് കുറച്ച് സമയം നീട്ടിത്തരും തൗബ ചെയ്യാനും അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാനും ഒക്കെ. മരണം വരെ അള്ളാഹു ഒരു അവധി നമുക്ക് തരും.
മരണപ്പെട്ട് കഴിഞ്ഞാൽ അവസാന ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവധിയില്ല, പിന്നെ നമുക്ക് പ്രതിഫലത്തിൻ്റെ നാളുകളാണ്. അവിടെ പിന്നെ നമുക്കൊന്നുമില്ല. വലാഹും യുൻദറൂൻ, അവർക്ക് പിന്നെ അവധി നൽകുകയില്ല. ഒന്നുകൂടി ദുനിയാവിലേക്കൊന്ന് മടങ്ങി നന്നായി വാ എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശുഹദാക്കളെ പറ്റി പറഞ്ഞ പോലെ ശുഹദാക്കൾക്ക് പോലും ദുനിയാവിലേക്ക് മടങ്ങാൻ അവർ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് എന്താ പറയുന്നത്? ഇല്ല, ദുനിയാവിലേക്ക് ഇനി ഒരു മടക്കമില്ല. പിന്നെ എങ്ങനെയാണ് പാപികളായ ആളുകൾക്ക് ഉണ്ടാകുക? അല്ലേ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ലേ, എന്താണ്, ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുപോ, ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി കൊണ്ടുപോവാ, ഞങ്ങൾ നന്നായിക്കോളാം എന്ന് അള്ളാഹുവിനോട് പറയുന്ന സമയത്ത് അള്ളാഹു കൊടുക്കുന്ന മറുപടി എന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇല്ല, അതൊരു വെറും വാക്ക് മാത്രമാണ്. അതിന് അള്ളാഹു യാതൊരു റെസ്പോൺസും കിട്ടുകയില്ല, അത് സ്വീകരിക്കുകയേ ഇല്ല. അവരത് വേണ്ട, അത് നിങ്ങളുടെ ഒരു വെറും വാക്കാണ്. നിങ്ങൾ ഈ ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് നിങ്ങൾ ഇനി വീണ്ടും നന്നാകാനൊന്നും പോകുന്നില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഖിയാമത്ത് നാൾ വരെ ബർസഖിൽ അള്ളാഹുവിന്റെ ശിക്ഷയുമേറ്റ് അവർക്ക് കഴിയാം എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലേ? നരകാഗ്നിയിൽ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിന്റെ അടുക്കൽ പോയിട്ട് ആളുകൾ പറയുന്നില്ലേ, ലിയഖ്ദി അലൈനാ റബ്ബുക്. അല്ലെ? ആളുകൾ പറയും, നരകത്തെ കാക്കുന്ന മാലിക്കിനോട്, മലക്കിനോട് പോയി പറയാണ്, ലിയഖ്ദി അലൈനാ റബ്ബുക്, നിന്റെ അള്ളാഹുവിനോടൊന്ന് പറയുമ്പോൾ ഞങ്ങളൊന്ന് മരിപ്പിക്കാൻ വേണ്ടിയിട്ട്. 40 വർഷം മാലിക്കിന്റെ മറുപടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നരകത്തിൽ അവർ കാത്തിക്കാണ് മാലിക്കിന്റെ മറുപടിക്ക് വേണ്ടിയിട്ട്. എന്താണ് മറുപടി? അങ്ങനെ കാത്തിരുന്ന് മാലിക് അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? ഇല്ല, നിങ്ങൾക്ക് മരണമില്ല, മറിച്ച് നിങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടവരാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ ഓരോ നിമിഷവും നമ്മൾ പരിശ്രമിക്കാം. വലാഹും യുൻദറൂൻ, അവർക്കിനി ഒരു അവധിയും അള്ളാഹു നൽകുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഭാഗം കേൾക്കാം. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, എന്താണ്? വ ഇലാഹുക്കും, നമ്മുടെ ഹൃദയത്തിൽ പിന്നെ തറക്കേണ്ട ഒരു കല്ലിൽ കൊത്തിവെച്ചതുപോലെ നമ്മുടെ കൽബിൽ ഉറപ്പിച്ചു വെക്കേണ്ട ആയത്താണ്. എന്താണ് അള്ളാഹ് പറയാൻ? വ ഇലാഹുക്കും, നിങ്ങളുടെ ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ്? അലിഹ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്തു എന്നാണ്. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർഹരായിട്ടുള്ളവൻ, മഅബൂദ്. അല്ലെ? ഇലാഹിന്റെ അർത്ഥം എന്താണ്? അൽ മഅബൂദ്.
ഏതൊരാളും തൻ്റെ ആവശ്യങ്ങൾക്ക്, തൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ തൻ്റെ അവലംബമായി, ആലംബമായി കാണുന്ന ആ ശക്തി അതാരാണോ അതാണ് ഇലാഹ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഇലാഹ് ആരാണ്? അത് അള്ളാഹുവാണ്. നമ്മളൊരു കല്ലിനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാണുന്നതെങ്കിൽ ആ കല്ലിനെ നമ്മൾ എന്താക്കി? ഇലാഹാക്കി. നമ്മൾ മരിച്ച ഒരു മരിച്ചു പോയ ഒരാളെ, ഒരു മഹാനാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അയാളെ നമ്മൾ എന്താക്കി? ഇലാഹാക്കി. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരാളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി തരുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ ആളെ നമ്മൾ എന്താക്കി മാറ്റി? ഇലാഹാക്കി മാറ്റി. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു പറയണു ഇലാഹുക്കും, യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ഇബാദത്തുകൾക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിങ്ങളുടെ ഭയത്തിന്, നിങ്ങളുടെ പ്രതീക്ഷക്ക്, നിങ്ങളുടെ അങ്ങേയറ്റത്തെ സ്നേഹത്തിന്, നിങ്ങളുടെ തവക്കുലിന്, നിങ്ങളുടെ ഭരമേൽപ്പിക്കലുകൾക്ക്, നിങ്ങളുടെ നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക്, സുജൂദുകൾക്ക്, പ്രാർത്ഥനകൾക്ക്, സഹായ തേട്ടങ്ങൾക്ക്, എല്ലാത്തിനും അർഹനായിട്ടുള്ള യഥാർത്ഥ ഇലാഹ് ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, അത് ഏകനായ ഒരു ഇലാഹാണ്. അതല്ലാതെ കുറേ ഇലാഹുമാരില്ല. മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്? ഇല്ലേ, അജഅൽതൽ ആലിഹത ഇലാഹൻ വാഹിദ, അനേകം ആരാധ്യ വസ്തുക്കളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരേ ഒരു ഇലാഹിനെ ആണോ മുഹമ്മദ് പരിചയപ്പെടുത്തുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, വലിയ അത്ഭുതകരമായ കാര്യം തന്നെ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ ആക്ഷേപിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കണ്ടോ? അപ്പൊ അനേകം ആരാധ്യ വസ്തുക്കളെ, അനേകം പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന വസ്തുക്കളെ ഒക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിനെ മാത്രം തൻ്റെ ഹൃദയത്തിൽ ഒരാൾ സ്ഥാപിക്കുകയും അവനെ അവലംബമായും ആലംബമായും കാണുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട്, അള്ളാഹുവാണ് എൻ്റെ ഇലാഹ് എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ അർത്ഥമാക്കുന്നത്. വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും ഒരു പടപ്പിനും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഹുവർ റഹ്മാനുർ റഹീം, ആ അള്ളാഹു ആരാൻ? അങ്ങേയറ്റത്തെ റഹ്മത്ത്, കാരുണ്യം ഉടമപ്പെടുത്തുന്നവനാണ്. അള്ളാഹു സ്വന്തമായി അങ്ങേയറ്റം വിശാലമായ കാരുണ്യം ഉടമപ്പെടുത്തുന്നവനുമാണ്. അർ റഹീം, ആ കാരുണ്യം തൻ്റെ അടിമകളോട് ചെയ്യുന്നവനുമാണ്. അല്ലെ, ഒരു കുഞ്ഞ് തൻ്റെ ഉമ്മയുടെ വയറ്റിൽ വളർന്ന് വലുതായി ജനിക്കുന്നത് മുതൽ, അല്ലെങ്കിൽ അതിനേക്കാളും മുന്നേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് മുൻകടന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാത്ത ഒരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് കണ്ണോടിച്ചാൽ ഏതൊരു വസ്തുവിലാണോ നമ്മുടെ കണ്ണുടക്കുന്നത് ആ വസ്തുവിലൊക്കെ അള്ളാഹു നമുക്ക് വേണ്ട ഒരു റഹ്മത്ത് നിക്ഷേപിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. സലഫുകൾ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഓരോ വസ്തുവിലും അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം, അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് എനിക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള ഒരു റഹ്മത്ത് എനിക്ക് കാണാതെ എനിക്ക് നടക്കാൻ സാധിക്കുകയില്ല. അല്ലേ? നമ്മൾ കണ്ണിങ്ങനെ ഒന്ന് ചുറ്റും നോക്കിയാൽ തന്നെ അള്ളാഹിൻ്റെ റഹ്മത്തില്ലാത്തൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുമോ? ഒന്ന് കണ്ണാടിയിൽ നോക്ക്, സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിറഞ്ഞു നിൽക്കാൻ. ആ അള്ളാഹുവിനെ വിട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് പടപ്പുകളിലേക്ക് അഭയം തേടാൻ പറ്റുക? സൃഷ്ടികളിലേക്ക് നമുക്ക് നമ്മുടെ ആവലാദികൾ ബോധിപ്പിക്കാൻ പറ്റുക? എല്ലാത്തിനും പരിഹാരമായി അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് പടപ്പുകളുടെ ആവശ്യം, സൃഷ്ടികളുടെ ആവശ്യം? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും നമുക്ക് വേണ്ട. അവനാകട്ടെ അർ റഹ്മാൻ അർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുർ റഹ്മത്തിൽ വാസിഅ, വിശാലമായ കാരുണ്യം ഉടമപ്പെടുത്തുന്നവൻ. റഹീം എന്ന് പറഞ്ഞാൽ ആ വിശാലമായി ഉടമപ്പെടുത്തിയ തൻ്റെ കാരുണ്യം തൻ്റെ അടിമകൾക്ക് വേണ്ടി പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നൽകുകയും ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി പറയാൻ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ, ആകാശം എടുത്തു നോക്ക് നിങ്ങൾ, അള്ളാഹു ആകാശത്തെ പടച്ചതിൽ, അതിനെ ഉയർത്തി വെച്ചതിൽ, അതിനെ വലിയൊരു സംരക്ഷണമാക്കി അള്ളാഹു നമ്മുടെ മുകളിൽ സ്ഥാപിച്ചു വെച്ചതിൽ, അത് ആകാശത്തുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളിൽ, അവിടെ നടക്കുന്ന പേമാരിയിൽ, ഇടിമിന്നലുകളിൽ, മഴയിൽ, കാർമേഘങ്ങളിൽ, എല്ലാത്തിലും നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്.
വൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കിയാൽ കാണുന്ന അനേകം കാഴ്ചകളിൽ കാടും മേടും മലയും മാമലയുമായി, അതുപോലെ തന്നെ ജന്തുജാലങ്ങൾ, ജീവജാലങ്ങൾ, അരുവികൾ, കടലുകൾ, അതുപോലെ തന്നെ മത്സ്യം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഒരു ചെടി മുളച്ചു പൊന്തുന്നത് മുതൽ, ചെറിയ വിത്ത് ഭൂമിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിയ പടർന്ന് പന്തലിച്ച് വലിയ വലിയ വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് മുതൽ വലിയ വലിയ ആകാശം മുട്ടുന്ന പർവ്വതങ്ങളിൽ വരെ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ആകാശഭൂമികളിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, അല്ലേ? രാപ്പകലുകൾ, രാവ് കഴിഞ്ഞാൽ പിന്നെ പകല്, പകല് കഴിഞ്ഞാൽ പിന്നെ രാവ്, അതിൽ അള്ളാഹു വലിയ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല ഓരോ സീസണ് കഴിയുമ്പോൾ, ഇപ്പോൾ ചൂട് കാലത്ത് പിന്നെ രാത്രിയുടെ നീളം കുറയുക, തണുപ്പ് കാലമാകുമ്പോൾ രാത്രിയുടെ നീളം കൂടുക, അതിൻ്റെ പിന്നിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ഹിക്മത്തുകൾ, തൻ്റെ പടപ്പുകൾക്ക് അനുയോജ്യമായ രീതിയിൽ രാപ്പകലുകളുടെ ദൈർഘ്യം കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്നതിൽ, അങ്ങനെ രാവും പകലും തമ്മിൽ വലിയ വ്യതിരിക്തതകൾ, വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ റബ്ബ്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹർ, അറബികൾ അന്നത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ കടലിൽ കപ്പലുമായി ബന്ധപ്പെടുകയും വലിയ കച്ചവടത്തിന് വേണ്ടിയും മറ്റുമൊക്കെ കടലിലൂടെ യാത്ര ചെയ്യുന്നവരുമായിരുന്നു അറബികൾ. ഇന്നും അങ്ങനെ തന്നെയാണ്, അല്ലേ? ഇന്ന് അറബികൾ മാത്രമല്ല, വലിയൊരു അടയാളമായി, വലിയൊരു അത്ഭുതമായി നമ്മൾക്ക് വലിയ വലിയ പിന്നെ കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നത്. അള്ളാഹു പറയണം വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹർ ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചരക്കുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കൊണ്ട് കടലുകളിലൂടെ സഞ്ചരിക്കുന്ന വലിയ വലിയ കപ്പലുകൾ, അതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. എങ്ങനെയാണ് കരയിലാകട്ടെ കടലിലാകട്ടെ ആകാശത്താകട്ടെ മനുഷ്യന്മാർക്ക് വേണ്ടി സഞ്ചരിക്കുന്ന വലിയ വലിയ വാഹനങ്ങൾ, അതിനെ അള്ളാഹു കീഴ്പ്പെടുത്തിയതിൽ വലിയ ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്, ഇല്ലേ? അത് വിമാനത്തിൽ കയറുമ്പോൾ ആകട്ടെ, ചെറിയൊരു കാറിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആകട്ടെ, നോക്കൂ നിങ്ങൾ, അതിൻ്റെ മെക്കാനിസവും അതിനെ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസും അതിൻ്റെ ബുദ്ധിയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുത്തതാണ്, അല്ലേ? പിന്നെ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ എന്താണ് അള്ളാഹു പറഞ്ഞത്? പിന്നെ ഒരു അറിവുമില്ലാത്ത അവസ്ഥയിലാണ് ഒരു കുട്ടി ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നത്, അല്ലേ? ലാ തഅലമൂന ഷൈഅ, ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് വരുന്നത്. അവന് വളർന്ന് വലുതാകുമ്പോൾ അവന് ഈ അറിവും ഇൽമും ഈ വലിയ വലിയ ടെക്നോളജിയും ഒക്കെ അവൻ്റെ കൽബിൽ, അവൻ്റെ മനസ്സിൽ, അവൻ്റെ ബ്രെയിനിൽ ഇട്ടുകൊടുത്തത് ആരാണ്? അത് അള്ളാഹുവാണ്, അല്ലേ? ഈ ഭാഷ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. ആരാണ് ഈ ഭാഷ ഇട്ട് കൊടുത്തത്? ഓരോ മനുഷ്യനും ഇംഗ്ലീഷും അറബിയും മലയാളവും തമിഴും കന്നഡൊക്കെ ഭാഷ, അത് അള്ളാഹു നമ്മുടെ കൽബിൽ ഇട്ട് തന്നതാണ്. അതുപോലെ ഓരോ കാര്യങ്ങൾ, ഓരോ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊക്കെ മനുഷ്യന്മാർ ചിന്തിച്ചുണ്ടാക്കി അവരെ ഭയങ്കര കഴിവാണ്. അവരെ മനസ്സിലേക്ക് ഈ ചിന്ത ഇട്ട് കൊടുക്കുന്നത് ആരാണ്? അത് അള്ളാഹുവാണ്. കപ്പലുണ്ടാക്കിയത് എങ്ങനെയാണ്? അള്ളാഹു ഇട്ടുകൊടുത്ത ഇൽഹാമ പ്രകാരമാണ് നൂഹ് അലൈഹിസ്സലാം കപ്പലുണ്ടാക്കിയിട്ടുള്ളത്, ഇല്ലേ? അതുപോലെ തന്നെ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങളും അതൊക്കെ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തതാണ്. അള്ളാഹു ഇട്ടുകൊടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ, പറയേണ്ട ആവശ്യമില്ലാത്ത വിധം, അല്ലെ? ആകാശത്ത് നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള ഈ ജലപ്രളയങ്ങൾ, വലിയ വലിയ പേമാരികൾ, മഴകൾ, കുളിനീർ മഴകൾ, അതുപോലെ തന്നെ നല്ല നല്ല മഴച്ചാറ്റലുകൾ എന്തായി കഴിഞ്ഞാലും അതിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, അങ്ങനെ ആ മഴ ഇറങ്ങുന്നതിലൂടെ ചത്തു കിടന്നിരുന്ന, മരിച്ച് നിർജീവമായി കിടന്നിരുന്ന ഭൂമിയെ അള്ളാഹു അതാ ജീവിപ്പിക്കുകയാണ്, അല്ലെ? വരണ്ടുണങ്ങി, ഇപ്പോൾ നാട്ടിലൊക്കെ വലിയ വരണ്ട കാലാവസ്ഥയാണ്, ഉണങ്ങിക്കിടക്കാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുമ്പോൾ അതാ ഉണങ്ങിയ ഗ്രൗണ്ടുകളും സ്ഥലങ്ങളും ഒക്കെ അവിടെ അതാ ചെറിയ ചെറിയ ചെടികൾ ഇങ്ങനെ മുളച്ചു പൊന്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കരിഞ്ഞുണങ്ങിയ നാമ്പുകൾ പച്ചപ്പ് കൊണ്ട് ഇങ്ങനെ മുള പൊട്ടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇപ്പം ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് സൗദിയിലെ ചിത്രങ്ങൾ ലോകം മുഴുവൻ അമ്പരപ്പോട് കൂടി നോക്കിക്കണ്ടില്ലേ? മക്കയുടെയും മദീനകളുടെയൊക്കെ ചിത്രം. മക്കയിലും മദീനയിലൊക്കെ വരണ്ടുണങ്ങിയ സ്ഥലങ്ങളല്ലേ, വലിയ പാറക്കെട്ടുകളും പിന്നെ മരുഭൂമിയുമായിട്ട്. അവിടെ കുറച്ചധികം നല്ല രീതിയിൽ മഴ പെയ്ത സമയത്ത്
മദീനയിലും മക്കയിലും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ പച്ചപ്പ് വന്നത് വലിയ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ് ഉണ്ടായത് ലോകം മുഴുവനും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ്, മിം ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, മരണപ്പെട്ട ശേഷം ഭൂമിയെ വെള്ളം ഇറക്കുന്നതിലൂടെ അള്ളാഹു ജീവിപ്പിച്ചു. വബസ്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, അങ്ങനെ അള്ളാഹു ആ ഭൂമിയിൽ അതാ ഒരുപാട് ജന്തുജാലങ്ങളെ വ്യാപിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാൽക്കാലികളും അതുപോലെ തന്നെ ഇരുകാലികളും പറക്കുന്ന പക്ഷികളും അതുപോലെ തന്നെ പുഴുക്കളും പാമ്പുകളുമായി ധാരാളം ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത ജീവജാലങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു. വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനന്നാസ്, വതസ്രീഫിർ റിയാഹ്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അവൻ എന്ത് ചെയ്യുന്നു, ഓരോ ഭാഗത്തേക്ക് നിയന്ത്രിച്ച് പറഞ്ഞയക്കുകയും, ഒന്നുകിൽ ആ കാറ്റ് വരുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കാറ്റ് വരുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയും കൊണ്ടായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കാറ്റിനെ നിയന്ത്രിക്കുന്നതിൽ, കാറ്റിനെ പറഞ്ഞയക്കുന്നതിൽ, വസ്സഹാബിൽ മുസഖ്ഖരി ബൈനന്നാസ്, അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് പിന്നെ മഴ അവതരിപ്പിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു കാർമേഘങ്ങളെ കാറ്റിലൂടെ പറഞ്ഞയക്കുന്നത്, അതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുപോലെ തന്നെ വസ്സഹാബിൽ മുസഖ്ഖരി ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ, ബൈനന്നാസ് അല്ല അഫ്വൻ, ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ ഈ കാർമേഘങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, സഞ്ചരിക്കുകയാണ്. അതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. നോക്ക് നിങ്ങൾ, ഒറ്റ ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ഈ ചെറിയൊരു ആയത്ത് വർഷങ്ങൾ ചിന്തിച്ചാൽ തീരോ? ഇല്ലേ? അള്ളാഹു പറഞ്ഞ ഓരോ വാക്കും ആലോചിച്ചാൽ, ചിന്തിച്ചാൽ നമുക്ക് തീരോ? ഇന്ന ഫീ ദാലിക, എന്താണ്, വൽ അർദി ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ, ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകൾക്ക് ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, പാഠങ്ങൾ ധാരാളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, എൻ്റെ കണ്ണ് ഏതൊക്കെ വസ്തുവിൽ തട്ടിയിട്ടുണ്ടോ അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം കാണാതെ എൻ്റെ കണ്ണ് പിന്നെ എന്താണ്, കണ്ണിമ ചിമ്മാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് സലഫുകൾ പറയാൻ കാരണം അതാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊക്കെ അള്ളാഹു നൽകിയിട്ട്, ഈ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ നൽകിയിട്ട് അള്ളാഹുവിനോടല്ലേ നമുക്ക് സ്നേഹം ഉണ്ടാവുക? അല്ലേ? അള്ളാഹുലേക്കല്ലേ നമ്മൾ ഖേദിച്ചു മടങ്ങുക? അള്ളാഹുവിനെ അല്ലേ നമ്മൾ അവലംബമായി, ആലംബമായി, പ്രതീക്ഷയായി കാണുക? അല്ലേ? അള്ളാഹുവിനെ അല്ലേ നമ്മുടെ രോഗത്തിന് ശമനം നൽകുന്ന, നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്ന, നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്നവനായി നമ്മുടെ കൽബിൽ സ്ഥാപിക്കപ്പെടുക. എന്നിട്ടും വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ അതാ ചില ആളുകളുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദാ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള പടപ്പുകളെ പകരക്കാരായി സ്വീകരിച്ചവൻ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം പടപ്പുകളെ വിളിക്കുന്നവർ, അള്ളാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം ബദരീങ്ങളെ, ജിന്നെ, മലക്കെ, അല്ലെങ്കിൽ പിന്നെ മുഹൈദ്ദീൻ ഷേഖ് തങ്ങളെ, അല്ലെങ്കിൽ പിന്നെ എന്താണ്, സ്വാമിയെ, അസ്തഗ്ഫിറുല്ലാഹ്, കല്ലേ, മരമേ എന്ന് വിളിച്ച് തേടുന്ന ആളുകൾ. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദാ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് അള്ളാഹുവിന് പുറമെ പകരക്കാരെ സ്വീകരിച്ചവർ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ഈ പടപ്പുകളെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ അല്ലാത്തവരടുത്ത് പോവോ? ഒരാൾക്ക് അള്ളാഹുവിനോട് ശരിയായ സ്നേഹം ഉണ്ടെങ്കിൽ അവൻ അല്ലാത്തവരെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ പടപ്പുകളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു, വിശ്വാസികളാകട്ടെ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവരാകട്ടെ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം അവർക്ക് അള്ളാഹുവിനോടാണുള്ളത്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ മുഅ്മിനീങ്ങൾ അവരുടെ കടുത്ത സ്നേഹം അവർക്ക് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടാണ് അവർക്ക് സ്നേഹം. അവർക്ക് ദുനിയാവിലെ ഒന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം അവരുടെ കൽബിലുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ അനുസരിച്ച് അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവർ ജീവിച്ച് മരിച്ചു പോകും. അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നിട്ട് അള്ളാഹു വലിയ താക്കീത് നൽകാൻ. വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീആ. ഉണ്ടോ? വലൗ യറല്ലദീന ളലമൂ, ഈ ശിർക്ക് ചെയ്ത, അള്ളാഹുവിൽ പങ്കു ചേർത്ത ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? വലൗ യറല്ലദീന ളലമൂ, ഈ ശിർക്ക് ചെയ്ത ആളുകൾ അവർ കണ്ടു കഴിഞ്ഞാൽ, ഇദ് യറൗനൽ അദാബ്, അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള, അതായത് ഈ ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരിത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, എന്തറിഞ്ഞിരുന്നെങ്കിൽ, ഇദ് യറൗനൽ അദാബ്, അവർ തങ്ങൾക്ക് അള്ളാഹു ഒരുക്കി കൊടുത്തിട്ടുള്ള ശിക്ഷ, അദാബ്, അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഖിയാമത്ത് നാളില് അവര് തങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ അത് കാണുന്ന സമയത്ത്, അന്നൽ ഖുവത ലില്ലാഹി ജമീആ, എല്ലാ ശക്തിയും കഴിവും അത് അള്ളാഹുവിൻ്റെത് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നാളിനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കടുത്ത ശിക്ഷ നൽകുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന തിരിച്ചറിവ് മനസ്സിലാക്കൽ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ശിർക്ക് ചെയ്യുമായിരുന്നോ? അവരിങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ച് ജീവിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പരലോകത്തെ അവസ്ഥ എന്താണ്? പരലോകത്ത് ഈ ശിക്ഷ കണ്ടു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരാളും പിന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ എന്നിട്ടും ശിർക്ക് ചെയ്യുന്നവൻ, എന്നിട്ടും അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യുന്നവൻ, അവൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ എന്താണ്? ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ, നേതാക്കന്മാരാണ്, ഉസ്താദുമാരാണ്, തങ്ങന്മാരാണ്, വലിയ വലിയ ആളുകളാണ് എന്ന് പറഞ്ഞ് വലിയ വലിയ ആൾക്കാരെ എന്ന് വിചാരിച്ച് പിന്തുടർന്ന ആളുകൾ, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ, അനുസരിക്കപ്പെട്ട നേതാക്കന്മാർ തങ്ങളെ അനുസരിച്ച തങ്ങളുടെ അണികളിൽ നിന്ന് ബറാഅത്ത് കാണിക്കുന്ന, അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, ഞങ്ങൾക്ക് അവരെ അറിയില്ല, അവരാരാണ് എന്നൊക്കെ ചോദിക്കുന്ന ഖിയാമത്ത് നാൾ വരുന്ന ഒരു സന്ദർഭം അത് വരാനുണ്ട് എന്ന് അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. ഞങ്ങളെ നേതാവ് അല്ലേ, ആ ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞാനും ആ നരകത്ത് പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. എൻ്റെ ഉസ്താദ് പോവാത്ത സ്വർഗ്ഗം എനിക്ക് വേണ്ട, ആ തങ്ങൾ പോവാത്ത സ്വർഗ്ഗം എനിക്ക് വേണ്ട എന്നൊക്കെ കടുത്ത കുഫുറിന്റെ വാക്കുകൾ പറയുന്ന അവസ്ഥ അള്ളാഹു കാക്കട്ടെ. അല്ലേ? ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മുന്നിൽ കാണുകയും, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിലുള്ള സ്നേഹവും കാരുണ്യവും, ദുനിയാവിലുണ്ടായിരുന്ന ഈ നേതാക്കന്മാരും അണികളും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധവും അതുപോലെ തന്നെ വലിയ ആരാധനയുമൊക്കെ മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഖിയാമത്ത് നാളിൽ ഉണ്ടാവും. നേതാവില്ല, അണിയില്ല, ഉസ്താദില്ല, ശിഷ്യനില്ല, അതുപോലെ തന്നെ ഗുരുവും ശിഷ്യനും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും ഖിയാമത്ത് നാളിൽ. അവിടെ അള്ളാഹുവും അവൻ്റെ അടിമകളും മാത്രമാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാകും പൂർണ്ണമായ ശക്തിയും കഴിവുണ്ടാകുക. ആ ഒരു അവസ്ഥ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വതഖത്തഅത് ബിഹിമുൽ വറഔൽ അദാബ وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة. അങ്ങനെ ഈ അണികൾ ഈ നേതാക്കന്മാരെ പറ്റി പറയാണ്. എന്താണ്? ലൗ അന്ന ലനാ കറ, ഒരിക്കൽ കൂടി ദുനിയാവിൽ ഞങ്ങൾ മടക്കപ്പെടുകയാണെങ്കിൽ, ഫനതബറഅ മിൻഹും കമാ തബറഊ മിന്നാ, നിങ്ങൾ ഈ ഖിയാമത്ത് നാളിൽ ഇവിടെ വെച്ച് ഞങ്ങളെ ഒഴിവാക്കിയതുപോലെ ഞങ്ങളെ ദുനിയാവിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോവാണെങ്കിൽ
നിങ്ങളെ ഞങ്ങൾ മൈൻഡ് ചെയ്യൂല, നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കും എന്നവർ പറയാൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഞങ്ങളെ അവഗണിച്ചതുപോലെ ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളെ അവഗണിക്കുമായിരുന്നു, ഒരിക്കൽ കൂടി ദുനിയാവിൽ മടക്കുണ്ടെങ്കിൽ എന്നവർ പറയും. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും, അപ്രകാരമാണ് ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കുന്നത്. ഹസറാത്തിൻ അലൈഹിം, അള്ളാഹ് പറയണം ഹസറാത്തിൻ അലൈഹിം, അവർക്ക് വലിയ വലിയ നഷ്ടം, വലിയ സങ്കടങ്ങൾ, വലിയ ഖേദം അവർക്ക് അങ്ങനെ ഉണ്ടാകും. ദുനിയാവിൽ അവർ നഷ്ടപ്പെടുത്തിയ നന്മകളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും കാരണത്താൽ അവർക്ക് വലിയ നഷ്ടങ്ങൾ, ഖേദങ്ങൾ, പ്രയാസങ്ങൾ അവർക്ക് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുകയാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ, അവരാകട്ടെ നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാതെ കാലാകാലം നരകത്തിൽ കടക്കുകയും ചെയ്യും എന്ന് അല്ലാഹു നമ്മളെ താക്കീത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു നിന്ദ്യമായ മോശമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് കൂടി കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار إن شاء الله أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.